ഗപ്പു നെട്ട് തരൂ. ഓ അതിനി ഈ ഫോണിന് എന്താ പറ്റിയ? അനങ്ങുന്നില്ലല്ലോ. വാവ്, ടേസ്റ്റി ആണല്ലോ. ഈ ആൽഫബറ്റ്സ് ഒക്കെ മാറിക്കിടക്കുന്ന എന്താ? അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ബട്ടൺ ആയിരിക്കും ചീത്തയായത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഫോണുകളൊക്കെ കണക്കാ. സമ്മതിച്ചാൽ എന്താ? താങ്കൾക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയത്തില്ലെന്ന്. എന്റെ സൂപ്പിൽ നിന്ന് പുറത്തു പോടാ. ടൊമാറ്റോ കറിക്ക് കുറച്ച് കയ്പാണ്. അതിന് തക്കാളിയല്ല, പാവയ്ക്കയുടെ സൂപ്പാണ്. അതിനകത്ത് സൂപ്പായിരുന്നു. ഈ ഫോൺ എന്താ ശരിയാവാത്ത? തരൂ, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ദേ ശരിയായാലോ? ഓ, നിങ്ങൾക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാനും ബട്ടൺ അമർത്താനും മാത്രം അറിയൂ. ഞങ്ങൾക്ക് ബട്ടൺ അമർത്താൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ബെറ്റർ ഭൂതങ്ങളാണ്. ഒരു ബെറ്റർ ഭൂതം. ഭൂതമായിട്ട് ഒരാൾക്ക് പോലും നിന്നെ പേടിയില്ലല്ലോ. ഞങ്ങൾക്ക് പേടിപ്പിക്കാനും അറിയാം, തോൽപ്പിക്കാനും അറിയാം. എന്നാലൊരു കോമ്പറ്റീഷൻ ഇതെന്താണ്? ഞാൻ വന്നു. പിനാക്കി, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. എന്തിനിങ്ങനെ പരസ്പരം വഴക്കെടുത്തത്? എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാലോ. അതൊരു നല്ല ഐഡിയ പിനാക്കി. നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ? വേണ്ട 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 വേണ്ട, നമ്മുടെ ഇടയിൽ എന്തിനാ കോമ്പറ്റീഷൻ? ഇപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. വെള്ളം 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 ടേബിളിൽ ഇരിപ്പുണ്ട്. എന്തിനാണ് നിങ്ങൾ ചെവിയിൽ വന്ന് ചോദിക്കുന്നത്? പക്ഷെ ആരാണ് വിജയെ തീരുമാനിക്കുക? പിനാക്കി, നീയാണ് ഞങ്ങളുടെ റഫറി. എന്താ ഞാനോ? ശരി. ക്യാപ്റ്റൻ വിഭൂതി ആൻഡ് ക്യാപ്റ്റൻ ബബ്ലി റെഡി ഫോർ മിഷൻ. ഇതെന്ത് പോസ? ശരിക്ക് പറക്കാൻ പോലും അറിയില്ല, എന്നിട്ടാണ് കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ പറക്കുന്നതിലല്ല, പേടിപ്പിക്കുന്നതിലാണ്. ഈ കോമ്പറ്റീഷനിൽ 3 ചാലഞ്ച് റൗണ്ട്സ് ഉണ്ടാകും. റൂൾസ് സിമ്പിൾ ആണ്. ആദ്യത്തെ റൗണ്ട് സജസ്റ്റ് ചെയ്യേണ്ടത് അങ്കിളും ആന്റിയും ആണ്. അടുത്ത റൗണ്ട് ഹാപ്പിയും ഗപ്പു. ആന്റി അങ്കിൾ, എന്താണ് നിങ്ങളുടെ ചാലഞ്ച്? ഞങ്ങളുടെ ചലഞ്ച് വളരെ സിമ്പിൾ ആണ്. വെറുതെ ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ചാൽ മതി. 1 മിനിറ്റ് 2 ജനറേഷനിൽ ആർക്കാണോ ആദ്യം പേടിപ്പിക്കാൻ പറ്റുന്നത് അവരായിരിക്കും വിജയികൾ. ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. മീശ പിരിച്ചിട്ട് ചാലഞ്ച് അക്സെപ്റ്റഡ്. റെഡി 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 Always ready. റെഡി. ഈ കോമ്പറ്റീഷൻ ഇങ്ങനെ സീരിയസ് ആയാൽ എങ്ങനെ അവസാനിക്കും ആവോ? ഇവിടെ നോക്കാം. കിട്ടിപ്പോയി എന്റെ ആദ്യത്തെ ഇര. അതൊരു കുട്ടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. അവൻ ഇരുണ്ട വഴിയിലേക്കാണല്ലോ പോകുന്നത്. പേടിപ്പിക്കാൻ നല്ല രസമായിരിക്കും. ഇത്ര മതിയായിരുന്നു നിന്നെയൊക്കെ പേടിപ്പിക്കാൻ. ഇത് ചീറ്റിംഗാണ്, ചീറ്റിംഗാണ്. പരസ്പരം പേടിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ചാലഞ്ച് പേടിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു, ആരെയെന്നല്ല. അല്ലേ റഫറി? ഈ റൗണ്ട് ജയിച്ചത് ഓൾ ജനറേഷൻ ആണ്. എല്ലാവരും അടുത്ത റൗണ്ടിൽ റെഡിയല്ലേ? ഹാപ്പി ആൻഡ് ഗപ്പു, എന്താണ് നിങ്ങളുടെ ചാലഞ്ച്? ഒബ്സ്റ്റിക്കിൾ റേസ്. കള്ളലങ്കലനും ആന്റിക്കും വളരെ എളുപ്പമായിരിക്കും. കുറച്ച് ഓടിയാ മതിയല്ലോ. ഞാൻ ഒബ്സ്റ്റിക്കൽ റേസിന്റെ എല്ലാ സെറ്റപ്പും റെഡിയാക്കിയിട്ടുണ്ട്. മിലിറ്ററി ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, റണ്ണറിന്റെ കണ്ണ് കെട്ടിയിരിക്കണം. പക്ഷെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് കയ്യിലുണ്ടാകും സ്വന്തം പങ്കാളിയുടെ തല. ഇത് എന്ത് ചാലഞ്ചാണ്? അതിനെന്താ ഇപ്പോ, നമ്മൾക്കത് ചെയ്യാൻ സാധിക്കും. നീ ഭൂതദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച ഓടിയാ മതി. ഹാപ്പി ഗപ്പു, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഓടാൻ പോകുന്നത്? എനിക്ക് പിന്നെ തലയിലാണ്ട് നല്ല പ്രാക്ടീസ് ആണല്ലോ. എനിക്ക് പിന്നെ നിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ബോഡിയെ കൺട്രോൾ ചെയ്ത് ശീലമല്ലേ. എന്നാ തുടങ്ങാൻ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട്. ഒബ്സ്റ്റിക്കിൾസ് വളരെ സിമ്പിൾ ആണ്. വീടിനകത്തുള്ള സാധനങ്ങൾ മാറി കടന്നാണ് പോകേണ്ടത്. പിന്നെ 3 ഹഡിൽസ് ഉണ്ടാവും, അതിൽ കൂടെ ജമ്പ് ചെയ്യണം. അങ്ങനെ ഫൈനലി ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യണം. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്. ഒരു മിനിറ്റ്.
ഒബ്സ്റ്റിക്കിൾ റേസിൽ നിങ്ങൾ എല്ലാവരും ഓടുമല്ലേ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങളെ ജഡ്ജ് നിന്നെ എന്റെ മീശ സഹായിക്കും. മാനം രക്ഷിക്കൂ, എവിടെ വേണമെങ്കിലും പറന്നു നടക്കൂ. റെഡി അല്ലേ? ഇനി എന്റെ തലയും അഭിമാനവും നിന്റെ കയ്യിലാണ് ബബ്ലി. മുന്നിൽ തടസ്സമുണ്ട്. 30 ഡിഗ്രി ഇടത്തേക്ക് തിരിയൂ. 30 ഡിഗ്രി എന്ത്? വേഗം എന്നെ പുറത്തെടുക്കൂ. പുറത്തെടുക്കാനേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മുമ്പിൽ ഒബ്സ്റ്റിക്കിൾ ഉണ്ട്. ജംപ്. ഇവിടെ ഇവിടെ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളല്ലേ? ആന്റി അങ്കിൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഗപ്പു, ഇന്ന് 2 കാലിൽ ഓടുന്നതിന്റെ സുഖം എങ്ങനെയുണ്ട്? ഹാപ്പി ഡൈനിങ് ടേബിളിന്റെ മേലിൽ കൂടെ ചാടൂ. ഒബ്സ്റ്റിക്കിൾസ് എല്ലാലും മുമ്പിൽ ടേബിൾ ഉണ്ട്. അടിയിൽ ടാങ്കോ ചാർലി ടാർഗറ്റിൽ നിന്ന് ഇപ്പോൾ 142 മീറ്റർ ദൂരെയാണ്. വേഗോട്ടെ. ഹാപ്പി കപ്പ് ഫിനിഷിംഗ് ലൈനിന്റെ അടുത്ത് എത്താറായി. എന്താ ആന്റി? കുഴപ്പമൊന്നുമില്ല. എന്തോ വീണ് പൊട്ടിയല്ലോ. നമ്മുടെ ലാസ്റ്റ് ഒബ്സ്റ്റിക്കിൾ ആണ് ഹാപ്പി. നീ നേരെ പോകൂ, എന്നിട്ട് ജംപ് ചെയ്യൂ. അതിന്റെ പുറകിലാണ് ഫിനിഷിംഗ് ലൈൻ. ബബ്ലി, കുട്ടികൾ നമ്മുടെ ഒപ്പം എത്തിയല്ലോ. താങ്ക് യു. ഈ റൗണ്ട് വിജയിച്ചത് യങ്ങർ ജനറേഷൻ ആണ്. ഇനിയാണ് ഫൈനൽ റൗണ്ട്. അതിൽ ജയിക്കുന്നവരായിരിക്കും വിജയികൾ. അടുത്ത റൗണ്ട് പറയൂ പിന്നാക്കി. ഞങ്ങൾക്ക് ജയിച്ചേ മതിയാവും. ഇവർക്ക് സ്വന്തം വീട്ടിൽ നടക്കാൻ പോലും പറ്റില്ല, എന്നിട്ട് പിന്നെ ജയിക്കണമെന്ന്. സ്വയം പേടിക്കുന്ന ഭൂതങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരുടെ വഴക്ക് ഒരിക്കലും തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ റൗണ്ടുകൾ ഒരിക്കലും അവസാനിക്കില്ല. ഈ കോമ്പറ്റീഷൻ എങ്ങനെ സമനിലയിൽ അവസാനിപ്പിക്കും? ഓഹോ, ഈ വഴക്കിന് ഞാൻ തന്നെ തീർക്കേണ്ടി വരും. ശരി ശരി, അടുത്ത ചാലഞ്ച് എന്റെ വകയാണ്. ഞാൻ പറയാം ടൈ ബ്രേക്കർ എന്താണെന്ന്. ഒരു ടീം പിസ്സ ഉണ്ടാക്കണം. ഇതിനെന്റെ ഇടത് കൈ മാത്രം മതി. അടുത്ത ടീം പിസ്സ ഓർഡർ ചെയ്യണം. ഇതിനെന്റെ ഇടത് കൈയുടെ തള്ളവിരൽ മാത്രം മതി. നിക്കൂ നിക്കൂ നിക്കൂ. അങ്കിൾ ആന്റി, നിങ്ങൾ കമ്പ്യൂട്ടറിൽ പിസ്സ ഓർഡർ ചെയ്യൂ. പിന്നെ ഹാപ്പി കപ്പു, നിങ്ങൾ രണ്ടുപേരും കൂടി പിസ്സ ഉണ്ടാക്കില്ലേ. 2 ടീമിനും കിട്ടാൻ പോകുന്നത് 30 minutes. And your time starts now. ഓർഡർ ചെയ്യുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്ട്രാ ചീസ് തീർച്ചയായും ഇടാൻ പറയാം. എക്സ്ട്രാ ചീസിന്റെ കാര്യം നീ ഇവിടെ എനിക്കൊരു ചീസ് പോലും കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ എന്താ? എനിക്കറിയില്ല, പക്ഷെ ഗാർലിക് ബ്രെഡ് ഉറപ്പായി ഓർഡർ ചെയ്യണം. കോമ്പറ്റീഷൻ അവസാനിക്കാൻ ഇനി 20 minutes ആണ് ബാക്കിയുള്ളത്. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ഗാർലിക് ബ്രെഡ് ചീസും ആഡ് ചെയ്യൂ. അതിന്റെ കൂടെ എക്സ്ട്രാ ടോപ്പിംഗ്സും ആഡ് ചെയ്യൂ. മനസ്സിലായോ? ഇതുവരെ ഇവിടെ ഒരു പിസ പോലും സെലക്ട് ചെയ്തിട്ടില്ല. പിസയുടെ തിൻ ക്രസ്റ്റ് നോക്കി സെലക്ട് ചെയ്യണേ. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഇതിലും എല്ലാ ആൽഫബറ്റ്സും തെറ്റായിട്ടാ കിടക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി വെറും 50 minutes മാത്രം. ഈ ആട്ട എങ്ങനെയാ കുഴക്കേണ്ടത്? അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില്ലി ഫ്ലേക്സിന്റെ കുറെ പാക്കറ്റ്സ് ഓർഡർ ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരുന്നേ, ഞാൻ ഓർഡർ ചെയ്യാം. ഇനി 5 minutes ബാക്കിയുള്ളൂ. വേഗം ചെയ്യൂ. അയ്യോ, നമ്മുടെ ടോപ്പിംഗ്സ് എല്ലാം കറക്റ്റ്. 1 minute കൂടി മാത്രം. ചീസ് എവിടെയാ? വേഗം അവനിൽ വെക്കൂ. 10 9 8 7 6 5 4 3 2 1. Time's up. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി കടയിൽ പോയി വാങ്ങിയാൽ മതി. സോറി ആന്റി,
കോമ്പറ്റീഷൻ വീട്ടില് പിസ ഓർഡർ ചെയ്യാനായിരുന്നു. ആ ഞങ്ങളുടെ പിസ്സ റെഡിയാണ്. ഓവനിൽ നിന്ന് എടുത്താൽ മാത്രം മതി. 3, 2, 1. അയ്യോ നോ. ഛീ, ഇതെന്താണ്? പിസയോ അതോ ചെളിയോ? ബ്ലാക്ക്. മംഗളു ആന്റിയും പിസ്സ ഓർഡർ ചെയ്തോ ഇല്ലയോന്ന്. ഹേ കേണൽ അങ്കിൾ, താങ്കൾ വളരെ അടുത്തെത്തിയിരുന്നു. ഈ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. കണ്ടോ പിസ്സ ഓർഡർ. എളുപ്പമായിരുന്നോ മീശ വിരിച്ചിട്ട്? ഇതെന്താ ആദ്യം പറയാതിരുന്നേ? അങ്കിൾ ടെൻഷൻ വേണ്ട, ഞാനിതെല്ലാം പഠിപ്പിച്ചു തരാം. വെറുതെ കീബോർഡിൽ ദേഷ്യം തീർത്ത്. എത്ര വർഷങ്ങളായി ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് കാണുന്നു, എന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. യങ്ങർ ജനറേഷൻ പിസ്സ ഓർഡർ ചെയ്യുന്നത് പോലെ ഓൾഡർ ജനറേഷൻ യങ്ങർ ജനറേഷന് വേണ്ടി പിസ്സ വീട്ടിലുണ്ടാക്കി കാണിച്ചു തരാം. വൗ, ഇത് കൊള്ളാലോ. കണ്ടോ, പിസ്സ റെഡി. ഇത്ര വേഗമോ? ആന്റിയുടെ കയ്യിൽ മാജിക്ക് വല്ലതും ഉണ്ടോ? ഞാനിത് എല്ലാവർക്കും പഠിപ്പിച്ചു തരാം. നോ ടെൻഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പര സഹായമില്ലാതെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജനറേഷൻ അല്ല, നമ്മുടെ ഫാമിലിയാണ് ബെസ്റ്റ്. സബാഷ് മോനെ, വരൂ നമുക്ക് എല്ലാവർക്കും കൂടി പിസ്സ കഴിക്കാം. എനിക്ക് തോന്നുന്നു പുറത്ത് ഓർഡർ ചെയ്ത് പിസ്സ വന്നിട്ടുണ്ടെന്ന്. ഞാനത് കഴിച്ചോളാം. ഹലോ സാർ, താങ്കൾ ഓർഡർ ചെയ്ത പിസ്സ. നല്ല ടേസ്റ്റ് ഉണ്ട്.